കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ. അപ്പം ഞാനിന്നേ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാനാണ്. എൻ്റെ ഭഗവാൻ എൻ്റെ ഒരു അനുഭവമാണ് അത്. ഉണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞാനൊരു 3-4 പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെങ്ങും പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനൊരു 3-4-5 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഗുരുവായൂർ. പിന്നെ ഒരു ഇടക്കാലമായിട്ട് എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. അപ്പം ഞാനങ്ങ് വിചാരിച്ചു, എൻ്റെ ഭഗവാനെ, ഇനി എനിക്ക് ഗുരുവായൂർ ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ലയോ, എന്നെ കൊണ്ടുപോകാനും ആരുമില്ല. അങ്ങനെ ഞാൻ കുറേ വിഷമിച്ച്, നല്ലോണം വിഷമിച്ച്. ഒരു ചിക്കൂസ് ഡേ എന്ന് പറഞ്ഞ ഒരു ചാനൽ ഞാൻ കണ്ടു. അവർ ഗുരുവായൂർ പോയി തൊഴുതിറങ്ങി വരുന്നതൊക്കെ കണ്ടപ്പോൾ കുറേ വിഷമമായി. എനിക്ക് ഇനിയും ഗുരുവായൂർ പോരാൻ പറ്റുകയില്ലയോ, എനിക്ക് ഒറ്റയ്ക്ക് വരാനും ഒരു ധൈര്യക്കുറവും. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇങ്ങനെ അന്ന് ആ രാത്രി സത്യം പറയാൻ ഞാൻ കുറേ മനസ്സ് വിഷമിച്ച് കരയുകയും ചെയ്തു. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങി. ഇനി പോകാൻ പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ പേര് വിളിച്ചിട്ട്, പിന്നെ എൻ്റെ വീടിനടുത്ത ആളുമല്ല, എന്നാൽ എൻ്റെ അടുത്ത സുഹൃത്തുമല്ല, ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഗുരുവായൂർ പോകാൻ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരവും അങ്ങ് വിഷമിച്ചു. എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ മനസ്സ് കണ്ടല്ലോ. ഭഗവാനെ, എനിക്ക് ഗുരുവായൂരപ്പനെ കാണാനുള്ള ഇത് ഭഗവാൻ തന്നെ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, വേറെ ഒരു ദിവസം പോലും അങ്ങോട്ട് കടക്കാതെ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഗുരുവായൂരപ്പൻ എന്നെ വിളിച്ച്, ചേച്ചിയെ കൊണ്ട് വിളിപ്പിച്ച് ഞങ്ങൾ പോയി. ചേച്ചി മാസം തൊഴിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ചേച്ചി തലേന്ന് 30-ാം തീയതിയും പിറ്റേ ദിവസം 1-ാം തീയതിയും തൊഴുത് ഞങ്ങൾ 3 ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടുന്ന് ഭക്ഷണവും കഴിച്ച് ഭഗവാനെ നല്ലോണം മനസ്സ് നിറയെ കണ്ട് വിഷമങ്ങളെല്ലാം മാറി അന്ന് പോയി വന്നു. പിന്നെ ഒന്നുകൂടെ പോകാൻ എനിക്ക് സാധിച്ചു എൻ്റെ ഗുരുവായൂർ.